ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ ഒരു മെട്രിക്സ് നമ്മൾ m/n എന്ന് പറയുന്നൊരു ഓർഡറിൽ എടുത്തെന്ന് വെച്ചോ. അത് നേരെ തിരിച്ച് n/m എന്ന ഓർഡറിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക എന്ന് പറയുക. അതായത് നോക്കിക്കേ, ഇവിടെ ഒരു A11, A12, A13 എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുത്തു. ഇതെന്തായിരിക്കും? റോ ആണല്ലേ. ഇതൊറ്റ റോയേ ഉള്ളൂ. കോളം എത്രയുണ്ട്? C1, C2, C3. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ? m/n എന്ത് വരും? 1/3 എന്നായിരിക്കും ഇതിൻ്റെ ഓർഡർ. അതായത് ഒരു റോയും 3 കോളം. ഇനി ഇതിന് നേരെ തിരിച്ച് നമ്മൾ കുത്തനെ എഴുതും. A11, A21, A31. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്പോസ് ആക്കി എഴുതുക എന്ന് പറയുന്നത്. അതായത് റോ എത്ര എണ്ണമായി? R1, R2, R3. ദെൻ കോളം എത്രയുണ്ട്? C1. ഒരേ ഒരു കോളമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് എന്തെന്ന് വരും? 3/1 എന്ന് വരും. അതായത് m/n എന്ന് പറയുന്ന ഓർഡർ എന്തായി? n/m ആകുന്നു. അതായത് കോളത്തെ റോയാക്കിയോ അല്ലെങ്കിൽ റോയെ കോളമാക്കിയോ എഴുതുന്നതിനാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നൊരു മെട്രിക്സ്, എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു. ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ എന്ത് വരും? റോയെ കോളമാക്കുക. അപ്പോൾ ഈ റോയെ നേരെ നമ്മൾ കോളമാക്കി എഴുതുക. 1, 2, 3. ദെൻ നെക്സ്റ്റ് റോയെ നെക്സ്റ്റ് കോളമാക്കി എഴുതുക. എത്ര വരും? 4, 5, 6. ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്.